പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനമാണ്. വചനമിതാണ്: കർത്താവേ, വലിയ ദുഃഖമനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണ് മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും, അങ്ങയുടെ നീതിയെ പ്രകീർത്തിക്കും. കർത്താവേ, വലിയ ദുഃഖമനുഭവിക്കുന്നവനും വിശന്ന് കുനിഞ്ഞു നടക്കുന്നവനും ക്ഷീണിച്ച് വലഞ്ഞു നടക്കുന്നവനും അങ്ങയെ മഹത്വപ്പെടുത്തും, അങ്ങയുടെ നീതിയെ പ്രകീർത്തിക്കും. വേദനയും നൊമ്പരവുമുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വേദനയുടെ നടുവിൽ മനുഷ്യൻ ദൈവത്തെ വിളിക്കും. ദൈവമേ എന്ന് വിളിച്ച് കരയും. അവൻ്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരുന്നു. ബൈബിളിൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കാണുക. ഇസ്രായേൽ മക്കളുടെ നിലവിളി കേൾക്കുന്ന ദൈവം, ഹാഗാറിൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം, സാറായെ കാണുന്ന കർത്താവ്, ഹന്നായുടെ നിലവിളി കാണുന്ന ദൈവം. അങ്ങനെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ മഗ്ദലന മറിയത്തിൻ്റെ നിലവിളിയും കണ്ട് അവളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവേ, വിശന്ന് പൊരിഞ്ഞ് കണ്ണ് മങ്ങിയവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും അങ്ങയെ മഹത്വപ്പെടുത്തും, അങ്ങയുടെ നീതിയെ പ്രകീർത്തിക്കും. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗത്ത് നാം ഒരു സംഭവം വായിക്കുന്നുണ്ട്. തിമേയോസിൻ്റെ പുത്രനായ അന്ധനായ ബർതിമേയോസ് അവൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അനേക നാളുകളായി അന്ധനായി ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അവനൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. അവൻ അന്ധനാണ്. പക്ഷെ അവൻ വെറും ഒരു അന്ധനല്ല, ചുറ്റുപാടുകളെ വീക്ഷിക്കുന്ന ഒരന്ധനാണ്. കാരണം തൻ്റെ പാത്രത്തിലേക്ക് വീഴുന്ന ഏതെങ്കിലും വെള്ളിത്തുട്ടുകളെ മാത്രമല്ല അവൻ ലക്ഷ്യം വെച്ചിരിക്കുക. അവൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പതിവില്ലാത്ത ഒരു സ്വരം കേൾക്കുകയാണ്. ആ സ്വരം അവൻ ശ്രദ്ധിച്ചു. അവൻ അന്വേഷിച്ചു ആ സ്വരത്തിൻ്റെ കാരണക്കാരൻ ആരാണ് എന്ന്. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് അതിലെ കടന്നു വരുന്നത് എന്ന് അവന് മനസ്സിലായി. ഈശോയാണ് കടന്നു വരുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവൻ ആ വഴിയരികിൽ നിന്നുകൊണ്ട്, ദൈവമേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ചു കരയുകയാണ്. കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ച് കരയുമ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുന്ന കുറേ ആളുകൾ ഈ അന്ധനായ മനുഷ്യനോട് പറഞ്ഞു, ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് വരുന്നത്, നീ ശബ്ദമുണ്ടാക്കാതെ മൗനമായിരിക്കുക. അവൻ വീണ്ടും യേശുവേ എന്ന് വിളിച്ചു. ശബ്ദമുണ്ടാക്കരുതെന്ന് പലരും അവനെ തടഞ്ഞു. കണ്ണിന് കാഴ്ചയില്ലാത്ത അവൻ്റെ നിലവിളി കേട്ടപ്പോൾ അത് വെറും ഒച്ചയുണ്ടാക്കുന്നതാണ് എന്നാണ് ചുറ്റും നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയ്ക്ക് ഒരു വലിയ ചലനം കരിസ്മാറ്റിക് ശുശ്രൂഷ നൽകിയിട്ടുണ്ട്.
1967 അമേരിക്കയിലെ ഡ്യൂക്കേൻ സർവകലാശാലയിൽ ഏതാനും ചില അൽമായ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന്. 23 യോഹന്നാൻ മാർപ്പാപ്പയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു സഭയിൽ രണ്ടാമത് ഒരു പെന്തക്കോസ്ത ഉണ്ടാകണം എന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടെന്നവണ്ണം ഈ അൽമായ സഹോദരങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ നിലവിളി കേട്ട് കർത്താവ് ഇറങ്ങി വരികയാണ്. വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ സഹ്യോൻ മാളിക മുറിയിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരെല്ലാവരും ഭാഷാവരത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജനം പറഞ്ഞത് ഇവർ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നത് ഒരു ലഹരി തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ആളുകളുണ്ട്. ഒന്നുമില്ല, ഇനി ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരുണ്ട്. ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പന്നി തവിട് പോലും കിട്ടാത്തത് കൊണ്ടാണ്. പിതാവിൻ്റെ ഭവനത്തിൽ സമൃദ്ധമായി ഭക്ഷണമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ധൂർത്തപുത്രൻ എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ സക്കേവൂസും ചുങ്കക്കാരൻ മത്തായിയും ഫ്രാൻസിസ് അസീസിയും ഇല്ലാത്തവരായിരുന്നില്ല പ്രിയരെ, ഏറെ ഉള്ളവരായിരുന്നു. ഇഷ്ടംപോലെ സമ്പത്തും സ്ഥാനമാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ദൈവത്തെ പ്രതി വേണ്ട എന്ന് വെച്ചവരാണ്, ദൈവത്തെ പ്രതി ഉപേക്ഷിച്ചവരാണ്. അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ഒരു ലഹരിയിൽ അതെല്ലാം വേണ്ട എന്ന് വെച്ചവർ. ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം ഒരു ലഹരിയുടെ ജീവിതമാണ്. ഒരു ലഹരിയുടെ ജീവിതം കർത്താവ് നമുക്ക് തരുന്നുണ്ട്. കഴിഞ്ഞ സൺഡേ ശാലോമിൽ ഒരു വൈദികനും കന്യാസ്ത്രീയും അവർ രണ്ടുപേരും ചെറുപ്പകാലത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോയവരാണ്. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയ അവർ ഒരു വേള ഒരു വൈദികൻ്റെ തിരുപ്പട്ടത്തിൽ പങ്കെടുക്കുകയാണ്. അതിൽ പങ്കെടുക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലൊരു ചിന്ത, എനിക്ക് ഒരു വൈദികനാകണം എന്ന്. സ്നേഹിക്കുന്ന വ്യക്തിയോട് അതെങ്ങനെ പറയും? വിവാഹം കഴിക്കാൻ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്നാലും ദൈവം നിർബന്ധിച്ചതിനാൽ സ്നേഹിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഈ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു വൈദികനാകണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോഴാ സഹോദരി പറയുകയാണ്, ഞാനും അത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, എനിക്കും കോൺവെൻറ്റിൽ ചേർന്നൊരു കന്യാസ്ത്രീ ആകണം എന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ അവർ രണ്ടുപേരും, ഒരാൾ സെമിനാരിയിലും ഒരാൾ കോൺവെൻറ്റിലും ചേർന്ന് രണ്ടുപേരും ദൈവവിളി സ്വീകരിച്ചു. ഒരാൾ വൈദികനായി, ഒരാൾ കന്യാസ്ത്രീയായി. വേണമെങ്കിൽ അവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കാമായിരുന്നു. വിവാഹം കഴിച്ച് ജീവിക്കുന്നത് തെറ്റും പാപവും ഒന്നുമല്ല. എന്നാൽ ഒരു വൈദികനാകാൻ വിളി കിട്ടിയപ്പോൾ, ഒരു കന്യാസ്ത്രീയാകാൻ വിളി കിട്ടിയപ്പോൾ ആ വിളിയെ നിഷേധിക്കാത്തവർ, ആ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ മടി കാണിക്കാത്തവർ, ജീവിതം പരിപൂർണമായും ദൈവത്തിന് സമർപ്പിച്ചവരെക്കുറിച്ച് സൺഡേ ശാലോമിൽ വന്നത് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ അന്ധനായ ബർത്തിമേയോസ് വഴിയരികിലിരിക്കുമ്പോൾ യേശുക്രിസ്തുവാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി, ദൈവമേ ദാവീദിൻ്റെ പുത്രാ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് അവൻ നിലവിളിച്ച് കരയുകയാണ്.
പലരുടെയും തടസ്സങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. ആ തടസ്സങ്ങളൊന്നും അവൻ വകവയ്ക്കുന്നില്ല. വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും യേശുവിനെ വിളിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ഒരു സ്ഥലത്തുനിന്ന് ഒരു സഹോദരി പോട്ടെ ആശ്രമത്തിൽ വന്നതാ. യേശുവിനെ വിളിച്ചതിൻ്റെ പേരിൽ ആങ്ങള കൈയും കാലും തല്ലി ഒടിച്ചതാ. വെച്ച് കെട്ടിയ കൈകളുമായി പോട്ടെ ആശ്രമത്തിൽ വന്നിരിക്കുകയാണ്. കൈ ഉയർത്താൻ പറ്റുകയില്ല. എന്നിട്ടും യേശുവേ എന്ന് വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരിയേക്കാൾ നന്നായി ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി ആങ്ങള മാറി. അടി കിട്ടിയപ്പോൾ പിറകോട്ട് മാറിയിരുന്നുവെങ്കിൽ ഒരിക്കലും ആ സഹോദരി യേശുവിനെ സ്വന്തമാക്കുമായിരുന്നില്ല. ആ ആങ്ങളെയും യേശുവിനെ അറിയുമായിരുന്നില്ല. ഇന്ന് ആ കുടുംബം വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുമല്ലോ. ആര് ക്രിസ്തുവിനെ സ്വന്തമാക്കിയാലും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശുവേ എന്നൊന്ന് വിളിക്കാൻ തയ്യാറായാൽ തന്നെ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ കടന്നു വരും. പ്രിയരെ, അന്ധനായ ബർത്തുമയോസ് നിലവിളിക്കുമ്പോൾ അവൻ്റെ ഭിക്ഷാപാത്രം അവൻ വലിച്ചെറിയുകയാണ്. അവൻ യേശുവേ എന്ന് വിളിച്ച് കരയുകയാണ്. യേശു അവൻ്റെ അടുക്കലെത്തി. യേശു അവനെ സ്പർശിക്കും എന്നൊരു പ്രതീക്ഷ അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ജനക്കൂട്ടത്തിൻ്റെ ആരവം കുറഞ്ഞ് ശബ്ദം താന്നു വരികയാണ്. അവന് മനസ്സിലായി ഈശോ തൻ്റെ മുമ്പിലൂടെ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അനുഗ്രഹിക്കാതെ കടന്നുപോയ ഒരു കർത്താവ് ഇനിയും അവനെ വിളിക്കണമോ? ഇത്രയും നിലവിളിച്ചിട്ട് തന്നെ കടാക്ഷിക്കാത്ത, അനുഗ്രഹിക്കാത്ത ദൈവത്തെ എന്തിനാണ് വിളിക്കുന്നത്? എത്രയോ പേരാണ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്, പള്ളിപ്പോക്ക് അവസാനിപ്പിക്കുന്നത്, ധ്യാനം അവസാനിപ്പിക്കുന്നത്, ദൈവവിളി പോലും നഷ്ടപ്പെടുത്തുന്ന ആളുകളില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ തന്നെ വേണ്ട, ദൈവത്തിൻ്റെ പ്രമാണങ്ങളും വേണ്ട, ദൈവത്തിൻ്റെ കൽപ്പനകളും വേണ്ട എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റും. ദൈവത്തിനെതിരായി, സഭയ്ക്കെതിരായി, സഭാമക്കൾക്കെതിരായി, സഭാവിശ്വാസികൾക്കെതിരായി, ആത്മീയ പിതാക്കന്മാർക്കെതിരായി, വൈദികർക്കും മെത്രാനുമൊക്കെ എതിരായി ശബ്ദമുയർത്തുന്ന ധാരാളം ആളുകളെ കാണാനായിട്ട് പറ്റും. അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്, അന്ധതയാണ് അതിന് കാരണമായി തീരുന്നത്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അന്ധനായ ബർത്തുമയോസ് ചുറ്റുമുള്ള ആളുകളുടെ വാക്കുകളൊന്നും വകവയ്ക്കാതെ ക്രിസ്തു തന്നെ അവനെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ നിലവിളി നിർത്തിയില്ല. അവനങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ദൈവമേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് രക്ഷകൻ വരുമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരന്ധന അത്. അവന് വെറുമൊരു കാഴ്ചയല്ല, ഒരു ഉൾക്കാഴ്ചയും കൂടെ കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉൾക്കാഴ്ചയുള്ള വ്യക്തികൾ ഭൗതികമായ നന്മകളൊന്നും ലഭിച്ചില്ലെങ്കിലും അവർ ദൈവത്തെ വിളിക്കാനായിട്ട് തയ്യാറാകും. ദൈവത്തിൽ അവർ ആശ്രയിക്കും. ദൈവം മിണ്ടാതിരിക്കുമ്പോഴും ദൈവത്തെ വിളിച്ചുകൊണ്ടേയിരിക്കും. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന മനുഷ്യർ ആ അപ്പത്തിന് ജീവനുണ്ട് എന്ന് കരുതി നിലവിളിക്കുകയാണ്. കണ്ണില്ല, കാതില്ല, കയ്യോ കാലോ ഇല്ല, എന്നിട്ടും ദൈവമേ എന്ന് വിളിച്ച് കരയുന്നത് സത്യമായും അത് ദൈവത്തിൻ്റെ രൂപമാണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എത്രയോ പേർക്ക് അത് ദൈവിക സ്പർശനമായി തീരുന്നു. എത്രയോ പേർ അനുഗ്രഹിക്കപ്പെടുന്നു, കർത്താവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങുന്നു. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ഈ മനുഷ്യൻ നിലവിളിച്ച് കരയുകയാണ്. ദൈവമേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. മുന്നോട്ട് പോയ കർത്താവ് അവിടെ നിന്നു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരു നിലവിളി അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രാർത്ഥന,
ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒരു നിലവിളി, കർത്താവിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലൊരു നിലവിളി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അവനവിടെ നിന്ന് തിരിഞ്ഞ് ഒന്ന് നോക്കും. കർത്താവ് തിരിഞ്ഞു നോക്കി. അപ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാവരും തിരിഞ്ഞു നോക്കി. എങ്ങോട്ടാണ് നോക്കുന്നത്? എല്ലാവരുടെയും കണ്ണുകൾ ഈശോ നോക്കിയ ആ അന്ധൻ്റെ മുഖത്ത് എത്തിയിരിക്കുകയാണ്. ഇത്തിരി മുമ്പല്ലേ അവൻ്റെ മുമ്പിലൂടെ കർത്താവ് കടന്നു പോകുന്നത്. വീണ്ടും എന്തിയെ തിരിഞ്ഞു നിൽക്കുന്നു. കർത്താവ് ചുറ്റുപാടുമുള്ളവരോട് പറഞ്ഞു, അവനെ വിളിക്കുക. ഈശോയ്ക്ക് വേണമെങ്കിൽ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാമായിരുന്നു. പക്ഷേ ഈശോ മറ്റൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് അവൻ്റെ വിളി കേട്ട് അവനെ തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. ഈശോ തൻ്റെ അരികിലേക്ക് നമ്മെ വിളിക്കുന്നവനാണ്. ഈശോ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ആ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്തു പുറങ്കുപ്പായമാണ് അവൻ വലിച്ചെറിഞ്ഞത്? ആ പുറങ്കുപ്പായമാണ് അവനെ ഭിക്ഷക്കാരനാണ് എന്ന് അറിയിക്കുന്നത്. അവനെ ഭിക്ഷക്കാരനാണെന്ന് ലോകം അറിയണമെങ്കിൽ ഈ പുറങ്കുപ്പായം ധരിച്ചിരിക്കണം. ആ പുറങ്കുപ്പായമില്ലെങ്കിൽ അവൻ ഭിക്ഷക്കാരനാണെന്ന് മനസ്സിലാവുകയില്ല. ഈശോ വിളിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ആ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. എത്രയോ വ്യക്തികളാണ് പ്രിയരെ ഇതുപോലുള്ള പുറങ്കുപ്പായം വലിച്ചെറിയുന്നത്. സക്കേവൂസ് ചുങ്കക്കാരൻ്റെ കുപ്പായം അണിഞ്ഞവനാണ്. അവനെ കാണുന്നവരെല്ലാം ചുങ്കക്കാരൻ എന്നാണ് വിളിക്കുന്നത്. മത്തായിയെയും ചുങ്കക്കാരൻ മത്തായി എന്നാണ് വിളിച്ചിരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട എത്രയെത്ര വ്യക്തികളാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത്. യഹൂദനായിരുന്ന സാവൂള് പൗലോസായി മാറിയില്ലേ? അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലെല്ലാം നമുക്കൊരു മാറ്റം കാണാനായിട്ട് പറ്റുന്നില്ലേ? എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കൊരു മാറ്റം കാണാനായിട്ട് പറ്റും. കർത്താവ് കടന്നു വന്ന് ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതം മാറും. ഈശോ ഈ അന്ധനായ മനുഷ്യൻ അരികിലേക്ക് വരുന്നത് കണ്ടിട്ട് അന്ധനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ മറുപടി പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. കാഴ്ച വീണ്ടു കിട്ടണം എന്ന് പറയുമ്പോൾ മുമ്പ് അവന് ദൈവത്തെയും മനുഷ്യരെയും ഒക്കെ കാണാനുള്ള കാഴ്ചയുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവന് കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവത്തെയും മനുഷ്യരെയും വേദനിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ഒക്കെ കാണാനുള്ള ഒരു കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആ കണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് സമ്പത്ത് കൈവന്നപ്പോൾ, നല്ല ജോലി കിട്ടിയപ്പോൾ, കടന്നു വന്ന വഴികൾ, നമ്മളെ സഹായിച്ചവരെയൊക്കെ കാണാനുള്ള കണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കാഴ്ച വീണ്ടും തരണമെന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ കൈപിടിച്ച് സഹായിച്ചവരുണ്ട്. അന്നവരന്ന് സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ പറ്റിയത്. അന്നെന്നെ സഹായിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ഒരു ജോലി എനിക്ക് ലഭിച്ചത്. അന്ന് അവരുടെ സഹായത്തോടെയാണ് നല്ല വസ്ത്രം ധരിച്ച് ഞാൻ സ്കൂളിൽ പോയത്, കോളേജിൽ പോയത്. ഇന്ന് നല്ല ജോലിയായി, സമ്പത്തായി, വണ്ടിയായി, വീടായി, സൗകര്യങ്ങളായി എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പണ്ട് സഹായിച്ചവരെ കാണുമ്പോൾ കാണാത്തതുപോലെ കടന്നു പോവുകയാണ്. കാഴ്ച നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എങ്കിൽ കാഴ്ച വീണ്ടു തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും ലഭിക്കണം. പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പോകുമായിരുന്നു. ഇന്ന് പ്രാർത്ഥനാ കൂട്ടായ്മയോ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകുന്നവരെയോ കാണാനുള്ള കണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ
നന്മയിലും വിശുദ്ധിയിലും വളരുന്നവരെ കാണാനുള്ള കണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കാഴ്ച വീണ്ടും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വൈദികനെ വൈദികനായി കാണാൻ, ഒരു കന്യാസ്ത്രീയെ കന്യാസ്ത്രീയായി കാണാൻ, നമ്മുടെ അപ്പനെയും അമ്മയെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ കാണാനുള്ള കണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അപ്പനൊരു ഉപയോഗ വസ്തുവാണ്, അമ്മയൊരു ഉപയോഗ വസ്തു. എല്ലാം കഴിഞ്ഞു, ഇനി എന്തിന്? ഇവരെയും കൊണ്ട് എന്ത് ഉപകാരമാണ്? അതുകൊണ്ട് അവരെ ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിൽ കൊണ്ടയാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരില്ലേ പ്രിയരെ? അപ്പനൊരനുഗ്രഹമാണെന്ന് കാണാനുള്ള കണ്ണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അമ്മ കുടുംബത്തിൻ്റെ വിളക്കാണ്, അനുഗ്രഹമാണ് എന്ന് കാണാനുള്ള കണ്ണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകാം എന്ന് കർത്താവ് പറഞ്ഞു. ചേർന്ന ഇണയെയാ ദൈവം നൽകിയത്. ഇപ്പോൾ ഓഫീസിലുള്ള, ജോലിസ്ഥലത്തുള്ള, സമൂഹത്തിലുള്ള ചില വ്യക്തികളുമായിട്ടുള്ള ചില ബന്ധം, ചില തെറ്റായ ബന്ധങ്ങൾ, ഇപ്പോൾ സ്വന്തം ഭാര്യയെ കാണാനുള്ള കണ്ണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഭാര്യയെ മനസ്സിലാക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഭാര്യയെ സഹായിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കാണാനുള്ള കാഴ്ച നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവത്തോട് ആത്മാർത്ഥമായി ഈ ടി വിയുടെ മുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും തരണമേ എന്ന്. കർത്താവ് കാഴ്ച വീണ്ടും തരും. വലിച്ചെറിയേണ്ടതൊക്കെ നാം വലിച്ചെറിയണം. അത് നമ്മുടെ പുറങ്കുപ്പായങ്ങളാണ്. പുറങ്കുപ്പായം വലിച്ചെറിയാതെ കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുകയില്ല. നമ്മുടെ സ്വാർത്ഥത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, വ്യർത്ഥ അഭിമാനത്തിൻ്റെ, പാപത്തിൻ്റെയൊക്കെ പുറങ്കുപ്പായങ്ങൾ നാം വലിച്ചെറിയണം. അങ്ങനെ വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് നാം വരണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് യേശുവിനെ കാണാൻ കഴിയുന്നത്, യേശുവിന് നമ്മളെയും കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, കാഴ്ച വീണ്ടും കിട്ടണം. കർത്താവ് അവന് കാഴ്ച കൊടുത്തു. അവൻ കാഴ്ചയുള്ളവനായി തീർന്നു. വഴിയരികിലായിരുന്ന അവൻ വഴിയിലേക്ക് വന്നു. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയരികിൽ നിന്ന് അവൻ വഴിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവൻ യേശുവിലേക്ക് വന്നു എന്ന് തന്നെയാണ് അർത്ഥം. നീ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കേണ്ടവനല്ല, വഴിയിൽ ജീവിക്കേണ്ടവനാണ്, ക്രിസ്തുവിൽ ജീവിക്കേണ്ടവനാണ്, ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് വളരേണ്ടവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വേദനയും നൊമ്പരവും തകർച്ചയും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ഭാരപ്പെടരുത്. ബാറൂക്ക് 2:18 ഞാൻ ആവർത്തിക്കട്ടെ. കർത്താവേ, വലിയ ദുഃഖമനുഭവിക്കുന്നവനും ക്ഷീണിച്ചു കുനിഞ്ഞു നടക്കുന്നവനും വിശന്നു പൊരിഞ്ഞു കണ്ണുമങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും, അങ്ങയുടെ നീതിയെ പ്രകീർത്തിക്കും. നീതിയെ പ്രകീർത്തിക്കും. വിശന്നു പൊരിഞ്ഞു കണ്ണുമങ്ങിയ ജീവിതങ്ങൾ, തകർന്നുപോയ ജീവിതങ്ങൾ, കൂനിപ്പോയ ജീവിതങ്ങൾ, കടബാധ്യത മൂലം നേരെ നിൽക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അപമാനങ്ങളും കുത്തുവാക്കുകളും കൊണ്ടും കുനിഞ്ഞുപോയ ശരീരങ്ങൾ, ജീവിതങ്ങൾ, ഇതാ കർത്താവ് തൊട്ടാൽ നാം അനുഗ്രഹീതരാവും, കാഴ്ചയുള്ളവരായി മാറും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നാം മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ബാറൂക്കിൻ്റെ പുസ്തകം 2:18 വലിയ ദുഃഖമനുഭവിക്കുന്നവരും വിശന്നു പൊരിഞ്ഞ കണ്ണുമങ്ങിയവനും ക്ഷീണിച്ചു കുനിഞ്ഞു നടക്കുന്നവനും അങ്ങയെ മഹത്വപ്പെടുത്തും, അങ്ങയുടെ നീതിയെ പ്രകീർത്തിക്കും. വേദനയും നൊമ്പരവുമുള്ള ഞങ്ങൾ
നിരാശരാകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ മണ്ണിൽ ജീവിക്കുവാനും ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കുവാനും നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരികെ കിട്ടി കാണേണ്ടതുപോലെ കാണാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും സകല കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.